ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിൽ ഇന്നലെ വെടിവെപ്പും കൂട്ടക്കളിയൊക്കെ നടന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതിൽ 6 പേർ മരിക്കുകയും പിന്നെ കുറേ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് വാർത്തകളുള്ളത്. ഗസയിൽ 10,000-കണക്കിന് ആളുകളെ ജൂതന്മാർ കൊന്നെടുക്കുകയും ദിവസവും കൊല്ലപ്പെടുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ 8-10 പേര് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ആക്രമണം നടന്നു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനത്ര പ്രാധാന്യം ഉണ്ടാവുന്നില്ല. ജീവനും ജീവിതവും ഒക്കെ മനുഷ്യന് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അത് ഗസയിൽ ജനിച്ചു എന്ന കാരണം കൊണ്ട് വിലയില്ലാതാവുന്നില്ല. ജൂതനായത് കാരണം അത് ഉന്നതമാവുന്നുമില്ല. ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് 2 ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമാണ്. ദുർബലരാണ് എന്ന് കരുതിയിരുന്ന ഒരു ജനത അവരുടെ അതിജീവനത്തിനായി പോരാടുമ്പോൾ അതിന് പവർ കൂടും. അതാണ് ഇപ്പോൾ ഗസയിൽ കണ്ടുവരുന്നത്. ഇസ്രായേൽ പിന്നോട്ട് പോകേണ്ടി വരുന്നതിന്റെ കാരണവും ഈ പവർ തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ബദറിൽ 313 സഹാബാക്കളാണ് 1000-ഓളം വരുന്ന ഖുറൈശികളുമായിട്ട് ഏറ്റുമുട്ടി യുദ്ധം വിജയിച്ചിട്ടുള്ളത്. അത് നിശ്ചയദാർഢ്യവും ഭയമില്ലായ്മയും കൊണ്ട് നേടിയ ഒരു വിജയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ എപ്പോഴും മാനസികാരോഗ്യത്തിനാണ് പ്രാധാന്യമുള്ളത്. മനസ്സിന് നല്ല ധൈര്യമുണ്ടാവണം. കൊല്ലാനും മരിക്കാനുമുള്ള ചങ്കുറ്റം ഒരു യോദ്ധാവിനുണ്ടാവണം. ഹമാസിനെ സംബന്ധിച്ച് ആവശ്യത്തിലധികം അത് അവർക്കുണ്ട് താനും. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും ഇസ്രായേൽ എന്ന ഒരു വലിയ സൈന്യത്തോട് പോരാടി നിൽക്കാൻ കഴിയുന്നത്. അമേരിക്കൻ മുഖമൂടിയും കപടതയും പൊള്ളത്തരങ്ങളുമെല്ലാം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞൊരു യുദ്ധമാണ് ഗസയിലും അതിനെ തുടർന്ന് ഇറാനിലും നടന്നത് എന്ന രീതിയിലാവും ഈ യുദ്ധം ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുക. വൻ ശക്തികളായ ഇസ്രായേലും അമേരിക്കയും അവരുടെ ശിങ്കടികളായ യൂറോപ്യൻ രാജ്യങ്ങളും അവർക്കൊപ്പം സൗദി, UAE പോലുള്ള അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോലും അവരുടെ ആളുകളെയും ആയുധങ്ങളെയും പണവും ഒക്കെ കൊടുത്ത് സഹായിച്ചിട്ടും ഇറാൻ പിന്തുണയുള്ള ഹമാസിനെയോ ഹൂത്തികളെയോ 2 വർഷമായിട്ട് പോലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇതുവരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഇറാനാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നത്. കേവലം ഉപരോധങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ അവർക്കുള്ള സഹായങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടോ ഒരു രാജ്യത്തെയും നശിപ്പിക്കാൻ കഴിയില്ല എന്നും രാജ്യങ്ങൾ തമ്മിലോ മനുഷ്യർ തമ്മിലോ ഉള്ള വഴക്കുകളൊന്നും തന്നെ കയ്യൂക്ക് കൊണ്ട് നേടാനോ വിജയിക്കാനോ കഴിയില്ല എന്നും അത് നമ്മൾ സ്വയം നശിക്കാൻ മാത്രമേ കാരണമാവൂ എന്നും നയതന്ത്രവും സൗഹൃദ ചർച്ചകളും മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവൂ എന്നുമാണ് ഈ യുദ്ധങ്ങളിലൂടെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. തന്നെയുമല്ല, ഒന്നിനുമേൽ മറ്റൊന്ന് നേടുന്ന വിജയം ഒരിക്കലും ശാശ്വതമാവില്ല. ശാശ്വതമല്ലാത്തത് പിന്നീട് എപ്പോഴും നഷ്ടപ്പെടാനുമാണ് സാധ്യതയുള്ളത്. ഇസ്രായേൽ എന്നത് തന്നെ മറ്റുള്ളവരുടെ രക്തത്തിന് മേൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ നിലനിൽപ്പ് ഒരിക്കലും ശാശ്വതമല്ല എന്നും നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ആ രാജ്യം എന്ന് യുദ്ധത്തിൽ അകപ്പെടുന്നതും ശത്രു ഭീഷണി ഭയന്നുകൊണ്ട് രാജ്യം മുഴുവൻ മുള്ളുവേലി കെട്ടി മറച്ചുകൊണ്ടും ആകാശ പ്രതിരോധങ്ങൾ തീർത്തും അവർ പാമ്പിനെ പോലെ ഭയന്ന് കഴിയേണ്ടി വരുന്നത്. ഇസ്രായേൽ ഇറാന് ഒരുപാട് നഷ്ടങ്ങളും നാശങ്ങളും വരുത്തിയിട്ടുള്ള രാജ്യമാണ് എന്നോർക്കണം. ഇസ്രായേലിനെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും മരണങ്ങളുടെയും പിന്നിൽ ഇറാന്റെ പകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രതിജ്ഞയാണ് ഇറാൻ എടുത്തിട്ടുള്ളത്. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുമ്പോൾ ഇറാൻ പിന്നിൽ നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയാണെന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോറത്തിന്റെ CEO ആയ ലഫ്റ്റനന്റ് കേണൽ യാരോൻ ബുസ്കില പറയുന്നത്. ഇയാൾ ഇത് പറയുമ്പോൾ ഇസ്രായേലിന്റെ ദൗർബല്യങ്ങളും ഭാവിയിൽ ഈ ജൂതരാജ്യത്തിന്റെ നിലനിൽപ്പിലുള്ള അയാളുടെ ഭയവുമാണ് വ്യക്തമാകുന്നത്. വിദേശത്തും ഇസ്രായേലിലുമുള്ള ജൂതരെയും ജൂത കേന്ദ്രങ്ങളെയും ആക്രമിക്കുന്നതിലും അവരിൽ ഭയം ജനിപ്പിക്കുന്നതിലും ഇറാൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. കൂടാതെ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ ഉൾപ്പെടെയുള്ള അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഒരിക്കലും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവർ കുരുക്കിയിട്ടിരിക്കുകയുമാണ്. ഇനിയിപ്പോൾ ഗാസ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും ഇസ്രായേലിലെ ഇറാനുമായോ ഹൂത്തികളുമായോ ഹിസ്ബുള്ളയുമായോ മറ്റൊരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു ചങ്ങലയിലേക്ക് ഇസ്രായേലിനെ ഇറാൻ തളച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഇറാന്റെ ലക്ഷ്യം ഇസ്രായേൽ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കരുത് എന്നുള്ളതാണ്. ഇസ്രായേലിലെ നിക്ഷേപങ്ങളും വ്യവസായങ്ങളും വളർച്ച പ്രാപിക്കാൻ ഇറാൻ അനുവദിക്കില്ല. സുരക്ഷിതമല്ലാത്ത രാജ്യത്തെ ജീവിതത്തിലൂടെ ജനജീവിതം സ്തംഭിപ്പിക്കുകയും നിരാശരായ ജൂതരെ ഇസ്രായേൽ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചിന്നിച്ചിതറിക്കാനും പ്രേരിപ്പിക്കുകയാണ് ഇറാന്റെ മറ്റൊരു ലക്ഷ്യം. അതിലൂടെ ഈ തളർച്ചകളെ ഒരിക്കലും അതിജീവിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന ആശങ്കയുമാണ് ഇയാൾ പങ്കുവയ്ക്കുന്നത്. അതിലുപരി ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും
അതിൽ വിജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രായേലിന് മുന്നിൽ വലിയ ഭീഷണിയായി തുടരുകയാണ്. ഇത് ജൂത സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെയാണ് ഭീഷണിയായിരിക്കുന്നത് എന്നും ഇയാൾ പറയുന്നു. തന്നെയുമല്ല, യമനിൽ നിന്നും അനേകം വാർഹെട്ടുകളുള്ള മിസൈലുകൾ സ്ഥിരമായി ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ അതിന് പിന്നിലും ഇറാന്റെ നിർദ്ദേശമാണുള്ളത്. ഇത്തരം മിസൈലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇറാൻ യമന് അല്ലെങ്കിൽ ഹൂത്തികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ഇയാൾ ആരോപിക്കുന്നു. ആ സാങ്കേതിക വിദ്യയിലൂടെ വളരെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ ഹൂത്തികൾക്ക് കഴിയുന്നത് ഇസ്രായേലിന് മുന്നിൽ വലിയൊരു ഭീഷണിയായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇതിനെ തടയാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതിലൂടെ ഇസ്രായേലിന് വലിയ നഷ്ടം വരുത്തിവെക്കാൻ ഹൂത്തികൾക്ക് കഴിയുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഹൂത്തികളെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് യാതൊരു നിശ്ചയവും നെതന്യാഹുവിനോ അയാളുടെ സൈന്യത്തിനോ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവരിങ്ങനെ സ്ഥിരമായി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരുന്നാൽ അതിന് മറ്റൊരു പരിഹാരവും തേടാൻ ആർക്കും കഴിയുന്നുമില്ല. അതുതന്നെയല്ല, ചെങ്കടലിലെ കേബിളുകൾ മുറിച്ചതിലൂടെ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെയും ഏഷ്യയിലെയും ഒക്കെ പല രാജ്യങ്ങളിലും ഇതിനകം തന്നെ ഇന്റർനെറ്റ് വളരെയധികം മന്ദഗതിയിലാണ് ഉള്ളത്. ഹൂത്തുകളുടെ ഏറ്റവും മാരകമായ ഒരു ആക്രമണമാണ് ഇത് എന്ന് നമ്മൾ അറിയണം. ഇസ്രായേൽ തകരാൻ ഈ ഒരൊറ്റ മാർഗം മാത്രം അവർ ഉപയോഗിച്ചാൽ മതിയാവും. തന്നെയുമല്ല, ഹൂത്തുകൾ ഇപ്പോൾ ഏതാനും കേബിളുകൾ മാത്രമേ മുറിച്ചിട്ടുള്ളൂ. ഏതാനും കേബിളുകൾ മാത്രം മുറിച്ചതിന്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി മാത്രമാണ്. ഇനി അതല്ല, യുദ്ധം കൂടുതൽ മുറുകുകയും യമന് മേൽ അല്ലെങ്കിൽ ഹൂത്തികളുടെ മേൽ ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കേബിളുകൾ പൂർണ്ണമായും ഹൂത്തികൾ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മുഴുവൻ സംവിധാനങ്ങളുമാവും തകരാറിലാവുക എന്നോർക്കണം. ഇസ്രായേലിൽ ഒരൊറ്റ വിമാനം പോലും ചലിക്കില്ല. ഇസ്രായേലിൽ മാത്രമല്ല, മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെ സംവിധാനങ്ങളുമാവും ഇതോടെ തകരാറിലാവുന്നത്. ഇതിനെല്ലാം പരിഹാരം ഇറാനെ ആക്രമിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് ഈ കേണല് പറയുന്നത്. പക്ഷേ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അതെത്രമാത്രം സാധ്യമാവും എന്ന് മറ്റ് യുദ്ധകാര്യ വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. ഇറാൻ ഒരു പ്രാദേശിക ശക്തിയാണ്. അവർക്ക് മേൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ഇസ്രായേലും അമേരിക്കയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് ഇറാൻ ഇപ്പോൾ അവരുടെ വ്യോമ പ്രതിരോധ ശക്തിയും വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ കണ്ടതാണ്. ഒരുപാട് സാധനങ്ങളാണ് അവരിപ്പം ഇറാനിൽ കൂടുതലായിട്ട് അവർ റെഡിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ആക്രമണത്തിൽ സംഭവിച്ചതുപോലെ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കരുത്, അതിനുവേണ്ടി ഇറാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഇത്തരം സാധനങ്ങൾ അവർ മേടിച്ച് രാജ്യത്തുകൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊരു ആക്രമണം ഉണ്ടായാൽ അതിനെങ്ങനെയാണ് ഇറാൻ നേരിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യുദ്ധമല്ല ഇതിനുള്ള പരിഹാരം എന്നാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ അറിയേണ്ടത്. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുകയും അവർക്ക് മേലുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റുകയും അല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിലെ പല യുദ്ധകാര്യ വിദഗ്ധരും ഇതിനെ വിലയിരുത്തുന്നത്. തന്നെയുമല്ല, ഇസ്രയേലിന്റെ അവകാശവാദങ്ങളും ആക്രമണ സ്വഭാവവും വിലപ്പോകുന്ന കാലം കഴിഞ്ഞു എന്നും ഇവർ പറയുന്നുണ്ട്. ഇനി കാലികമായ മാറ്റങ്ങളാണ് ഇസ്രയേലും സ്വീകരിക്കേണ്ടത്. അതിന് അവർ തയ്യാറാവാത്തിടത്തോളം കാലം സയനിസ്റ്റ് ഭീകരതയിൽ ഈ രാജ്യം മുഴുവനും സ്വയം നഷ്ടപ്പെടുന്നതിലേക്കാവും ചെന്നെത്തുക. വാർത്തകൾ അവസാനിപ്പിക്കുക.